എന്താ തിരുവേനി? അല്ല, ഞാൻ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങാണ്. അപ്പോ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ അതിന്റെ ഫലം ഒന്ന് നോക്കി. അപ്പോ ഫലം പറയണോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. ഒന്നും പറയണം. അച്ഛന്റെ ആത്മാവിന് അത്ര അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അല്ല ഏട്ടാ, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു. തിരുമേനി ചെയ്ത എന്തെങ്കിലും കർമ്മത്തിൽ വല്ല വീഴ്ച പോരായ്ക ഉണ്ടായോ? ഇയാൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല. എന്നാ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ കർമ്മങ്ങളൊന്നും ആത്മാവിന് തൃപ്തിയായിട്ടില്ല. അതെ സത്യേട്ടാ, അച്ഛൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ ഞാൻ പാടാം. എന്താ പറഞ്ഞേ? ഇല്ല, ഓരോ ചറപറാന്ന് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, അച്ഛന്റെ ആത്മാവ് ഇവിടെ വിട്ടു പോയിട്ടില്ല. മാത്രല്ല, മറ്റു കുറെ ദുരാത്മാക്കൾ അച്ഛന്റെ ആത്മാവിനോടൊപ്പം കൂടിയിട്ടുമുണ്ട്. അത് ഇവിടെ ഉള്ളവർക്ക് വലിയ ദോഷം ചെയ്യും. ദോഷം ചെയ്യുന്നു പറഞ്ഞ? ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദുർമരണം വരെ സംഭവിക്കാം. അതിപ്പോ ഇവിടെ താമസിക്കുന്ന ആളുകളെ അത് വിഷയം അല്ലല്ല, അത് ഈ മരണപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രക്തബന്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സംഭവിക്കാം. അങ്ങനെയാണ് അതിന്റെ. അല്ല, അപ്പൊ അതിന് പ്രതിവിധിയൊന്നുമില്ലേ? പ്രതിവിധി ഉണ്ട്. അത് ഒന്നാമത്തെ ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യം, അച്ഛന്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുക. അതങ്ങ് ഉത്തർപ്രദേശിലല്ലേ? അല്ലാതെ ഗംഗ ഇപ്പൊ നിങ്ങളുടെ മുറ്റത്ത് കൂടെ ഒഴുകില്ലല്ലോ. അപ്പൊ ഉത്തർപ്രദേശിൽ പോയിട്ട് ഗംഗയിൽ ഒഴുക്കണം. വേണം. ഞങ്ങൾ മൂന്നാളും കൂടി പോയി ഒഴുക്കാം. പിന്നെ അന്നദാനം നടത്തുക. അത് നിങ്ങൾ തന്നെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ല, അനാഥരായിട്ടുള്ള ഒരു 500 പേർക്ക് ഭക്ഷണം കൊടുക്കുക. കൂട്ടത്തില് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും കൊടുക്കുക. അപ്പൊ കൊല്ലത്തിൽ ഒരു തവണ 500 പേർക്ക് അന്നദാനവും വസ്ത്രവും കൊടുക്കുക? അല്ലല്ല, എല്ലാ മാസവും. ഈ ഒരു വർഷത്തിനകത്ത് എല്ലാ മാസവും ഇതൊക്കെ ചെയ്യണം. എല്ലാ മാസവും ചെയ്യണം. അത് മുടക്ക് വരുത്തുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ അല്ലേ? അല്ല, അതിപ്പോ ഒരാണ്ട് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ രീതി. അതുകൊണ്ടാ പറഞ്ഞത്. ഞാനങ്ങനെ ഒന്നും ആവശ്യമില്ല. എന്തായാലും പോയ പോക്കിന് അച്ഛൻ നല്ല പണി എന്നിട്ടാ പോയെ. ഇനി ഒന്നും പറയണ്ട, എല്ലാം കൃത്യമായിട്ട് ചെയ്തോണം. ചെയ്യാം. അല്ല സ്വാമി, നിങ്ങളിപ്പോ പറഞ്ഞ ആ ദോഷം ഉണ്ടല്ലോ. ഏത് ദോശ? ദോശയല്ലെന്ന്, ദോഷം. ദോഷം. ആ ദോഷവും അയൽപ്പക്കാരായി നമ്മളെ ബാധിക്കുകയോ? അയൽപ്പക്കാർക്ക് എന്തുണ്ടാവാനാ? സമാധാനായി. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ മക്കളോട് പറഞ്ഞല്ലോ, അച്ഛൻ്റെ ആത്മാവിന് മോശം കിട്ടിയില്ല, അതിൻ്റെ ആത്മാവ് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കൂ. അതൊക്കെ സത്യ? എന്ത് സത്യം?